ഇത്ര നേരത്തെ മീൻകറി വെക്കുവാണോ? അല്ലല്ല, ഇപ്പം ഒളിച്ചു വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് 5 മണിക്കായിട്ടോ ടിക്കറ്റിന് ഷോ എടുത്തിരിക്കുന്നത് മാർക്കോയ്ക്ക്. ഇപ്പം സമയം 3:30 എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്. ഇത്ര ഹിറ്റായ സിനിമയില്ല, ഒന്ന് പോയി കാണാം. എൻ്റെ പൊന്നെ, ഞാനൊരു സത്യം പറഞ്ഞാൽ ഞാനവിടെ വന്നിട്ട് എങ്ങനെയാണെങ്കിലും ഞാൻ അറിയുന്നത്. എനിക്ക് കേട്ടിട്ട് ഓർമ്മ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിൽ എന്നെ വിളിച്ചോട്ടെ മാർക്കോ കാണാൻ പോയത്. എനിക്കല്ലേ അതിപ്പോ ഞാൻ കണ്ട് ജീവനോടെ ഞണ്ടിനെ വെട്ടി കീറുന്നു. ജീവനോടെ ഞണ്ട് വെട്ടി കീറുന്നത് ഈയിടെ ഞണ്ടിനും മനുഷ്യനും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ഞണ്ടിനെ പോലെയാണോ മനുഷ്യൻ? ശരി, ഉള്ളി പൊളി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കമന്റ്സ് പറയാം. വരാൻ എങ്ങനെ കറി വെക്കുന്നത്? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്ക് അറിയോ? വരാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചോണ്ടല്ലോ, അത് എനിക്ക് നാളെ രാവിലത്തേക്ക് ആണോ? തേങ്ങാപ്പാൽ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വളിച്ചു പോകുന്നതായിട്ട് നമുക്കിപ്പോ പെട്ടെന്ന് തീർക്കാനാണെങ്കിൽ തേങ്ങാപ്പാൽ വരും. നമ്മളിപ്പോ വൈകിട്ട് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം മുളകിട്ട് നല്ല ചന്ദനം പോലെ ഇരിക്കട്ടെ. ചാറ് അല്ല, എരിവുള്ള കുറുകി നല്ല ചന്ദനം പോലെ കാണട്ടെ. നീ വെച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് കിട്ടണം. നല്ലൊരു അളവിൽ കാണണം. പണ്ടേ കോളേജിൽ പഠിച്ച് ലാബില് ഇതുപോലെ വൈവുണ്ട്. എല്ലാ ലാബിലും വൈവുണ്ട്. പരീക്ഷയ്ക്ക് അല്ലാണ്ട് എല്ലാ ലാബിലും വൈവുണ്ട്. അപ്പം ഫാർമകോഗ്നോസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അത് ആയുർവേദ ചെടികളെ പറ്റിയിട്ടൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ ആണോ പഠിക്കണ്ടാണ്? സെക്കൻഡ് ഇയർ. അപ്പം നമുക്ക് ഓരോരോ സസ്യങ്ങളിലെ എല്ലാത്തിൻ്റെയും ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെ ഔഷധ ഗുണം നമുക്ക് പഠിക്കാൻ പറ്റും. ഇഞ്ചിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ഗ്യാസ്ട്രോൾ യൂസ് ചെയ്യും. അപ്പം ഇതിന്റെ ഓരോ ഫാമിലിയും പഠിക്കുന്നുണ്ട്. ഓരോ ഇതിനും ഇതൊക്കെ ഓരോ ഫാമിലി ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം എപ്പോഴും എനിക്ക് നേരെ എക്സാം ആയിരുന്നു തോന്നുന്നു. നമുക്കിങ്ങനെ ഇത് ചെയ്യാനുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് അത് എടുക്കുക. നമ്മളിങ്ങനെ ഒരു മൂടി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഇതിനകത്ത്, അതെന്താ പറയാന്നല്ല മറന്നു. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പേര് എഴുതുക, ഫാമിലി എഴുതുക, അതിന്റെ ഗുണങ്ങൾ എഴുതുക. വെളുത്തുള്ളിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചു. ഞാൻ ബി പി ഉപയോഗിച്ചത് എഴുതി ടി ബി എഴുതി. വഴറ്റുന്ന സാധനങ്ങൾ കൂടുതൽ ഇട്ടാൽ നല്ല രീതിയിൽ വേവിക്കും.
ഒരു പ്രത്യേക മണം വരുന്നുണ്ടല്ലേ? ഇടിയും കൊച്ചുള്ളിയും കൂടെ ഒക്കെ മുറിക്കുമ്പോൾ നല്ല മണം കിട്ടും. ഒത്തിരി ഇടുന്ന നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് കൊച്ചുള്ളി മൂക്കണ്ടേ? അത് ഒന്നിച്ച് ഒന്ന് മൂത്താൽ പോലെ. ഇനി നമുക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതലായി ഇടുന്നത്. വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് മസാല, നമുക്കെന്താ പൊടിയെല്ലാം എടുത്ത് വെക്കാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, മുളക് പൊടി സാധാരണ മുളക് പൊടി 3 സ്പൂൺ. ഇത് മൂത്ത് വന്നിട്ട് നമ്മളിപ്പോൾ കറിവേപ്പില ഇടാണ്. നേരത്തെ ഇടായത് കറിവേപ്പില പെട്ടെന്ന് പൊട്ടി വാടും. അതാണ് ഇപ്പം കറിവേപ്പില. എടുത്ത് വെച്ചേക്കുന്ന പൊടിയെല്ലാം കൂടെ ഇടുകയാണ്. ഉലുവ ചേർക്കുന്നില്ല? ഉലുവാപ്പൊടിയും കൂടെ കുറച്ച് ഉലുവ പൊടിച്ചത്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരു ചതച്ചൊരു പരുവത്തിൽ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. മസാല മൂത്തിട്ടുണ്ട്. നമ്മളിത് കുറുക്കാനുള്ള രീതിയിൽ ഇതിപ്പോൾ എണ്ണ തൊട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമ്മൾ ഇപ്പോൾ കുറുക്കി ഇതാക്കി വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇനിയിപ്പം നമുക്ക് ബാക്കി പുളി ഇടാം. 4 വലിയ കുടംപുളി അല്ലേ? കുടംപുളി കുറച്ചും കൂടെ കൊണ്ടുപോയില്ല. കുറച്ചിട്ട് വെച്ചിട്ട് നമുക്ക് കൂടി വെക്കാം. അപ്പം നമ്മുടെ കറി വെട്ടിത്തളിച്ചു. കറിയല്ല, അരപ്പ് വെട്ടിത്തളിച്ചു. നമ്മൾ എന്ത് മീനാണ് കറി വെക്കുന്നത് നമ്മൾ അപ്പോഴേക്കും പറഞ്ഞായിരുന്നു? ഇല്ല. അപ്പം നമ്മൾ എന്ത് കറി വെക്കാൻ പോകുന്നത് വരാനാണ്. കഷ്ണങ്ങളാക്കിയ മീൻ അരപ്പിനകത്തോട്ട് നമ്മൾ കഷ്ണങ്ങൾ ഇട്ടു. ചട്ടങ്ങളതൊക്കെ ഒന്ന് നമ്മളിപ്പോൾ 2 കറിവേപ്പിലും കൂടെ, കുഞ്ഞ് കറിവേപ്പിലും കൂടെ വെച്ച് അതിൻ്റെ ഒരു ഇതും കൂടെ ഇറങ്ങട്ടെ. മൂടി വെച്ച് അപ്പം നമ്മുടെ മീൻകറി നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റത്തെ പരിപാടി, അതായത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് നമ്മളിപ്പോൾ അടച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇനി അടച്ച് വെക്കാം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വരാലേറി ഒന്ന് കഴിച്ച് നോക്കാം. ഞാനിതിപ്പം സാധാരണ എടുക്കുന്നത് പോലെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്ന എടുക്കാത്തതെന്ന് വെച്ചാൽ, മീൻകറിയൊക്കെ നമ്മൾ തലേദിവസം വൈകിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് അത് കഴിക്കുമ്പോഴാണ് അതിനകത്ത് കഷ്ണത്തിൽ പിടിക്കുന്നത്. എപ്പോഴും നമ്മളങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ നമ്മളിന്ന് രാവിലെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കഷ്ണം മീൻചാറൊക്കെ കൂട്ടിയിട്ട് എരിവും പുളിയൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്.
കഷ്ണവും ചാറും കുറച്ച് ചോറും കൂടെ പൊട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് വരും. പക്ഷെ കഷ്ണത്തിൽ പിടിക്കാൻ സമയം പിടിക്കും. ചാറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനാണ്.